പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 13-ാം അധ്യായം 34-35 തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ആ സ്നേഹത്തിൻ്റെ ഒരു മേഖല ഈശോ നമ്മളെ കാണിച്ചു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ, അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ഗുരുവാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരും ശിഷ്യനാണ്. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പഠിക്കുന്നവനാണ്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നവനാണ്. ഇതാ തങ്ങളെ പഠിപ്പിക്കുന്ന ഗുരു തൻ്റെ പഠിക്കുന്ന തൻ്റെ അനുയായികളുടെ ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മാനവ ചരിത്രത്തിൽ ആദ്യമായി ഗുരു ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇറങ്ങിച്ചെല്ലുക മാത്രമല്ല ചെയ്തത്, വെള്ളമെടുത്ത് ഇവരുടെ ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകുന്നു. ആ പാദം കഴുകി ചുംബിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, തന്നെ ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസ് വരെ അവിടെ ഇരിപ്പുണ്ട്. കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അഡ്വാൻസും വാങ്ങിച്ച് പണവും വാങ്ങിച്ച് വന്നിരിക്കുന്നവനാണ് യൂദാസ്. തന്നെ ഒറ്റിക്കൊടുക്കുവാനിരുന്നവനെ മുൻകൂട്ടി അവിടുന്ന് കണ്ടിരുന്നു. അവൻ ഈ പണി ചെയ്യും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ഒറ്റിക്കൊടുക്കുവാനിരുന്നവൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കർത്താവ്. പത്രോസ് ഗുരുവിനെ നിഷേധിച്ച് തള്ളിപ്പറയുമെന്ന് യേശു അഡ്വാൻസായിട്ട് അവനോട് പറഞ്ഞായിരുന്നു. നീ എന്നെ നിഷേധിക്കും, നീ എന്നെ തള്ളിപ്പറയുമെന്ന്. ഇതും കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു, ഈ പത്രോസ് എന്നെ തള്ളിപ്പറയുമെന്ന്. ഈ തള്ളിപ്പറയുവാനിരുന്ന പത്രോസിൻ്റെയും ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസിൻ്റെയും കാൽച്ചൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കാല് തൻ്റെ കരങ്ങളിൽ എടുത്തു പിടിച്ചുകൊണ്ട് ആ കാല് കഴുകി ചുംബിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് ഇന്ന് തിരുസഭയിലുള്ള ഓരോ നേതാക്കന്മാർക്കും ഓരോ വ്യക്തികൾക്കും വേണ്ടത്. നേതാക്കന്മാർക്ക് മാത്രമല്ല, അനുയായികൾക്കും ആവശ്യമാണ്. മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാം പറ്റാതെ വരുന്നതിൻ്റെ പേരിൽ മാത്രമാണ് 2000 വർഷമായിട്ടും ഈ ശകലം ഒരു മൂലയിൽ മാത്രം സഭയുടെ വളർച്ച ഒതുങ്ങി നിൽക്കുന്നത്. മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനയിൽ പങ്കുകാരാകുകയും അവരുടെ വേദനയിൽ ഒരാശ്വാസമാകുകയും അവരോടൊന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭാരതം സുവിശേഷവൽക്കരിക്കപ്പെടുമായിരുന്നു. ഇവിടെ യേശു ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്നതിന് ശേഷം ആ കാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈശോ കൊടുക്കുന്ന കൽപ്പനയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന സ്നേഹത്തിൻ്റെ കൽപ്പന. പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മളിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ സ്നേഹം തരുന്ന സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ലിസ്റ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ഫലം പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഈ സ്നേഹമെന്നോ നമ്മുടെ ജീവിതത്തിൽ അന്യമായിപ്പോയി. ആ സ്നേഹം, ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ തുടങ്ങുമ്പോഴാണ്, പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ നിന്നും ദൈവം അടുത്ത വ്യക്തിയിലേക്ക് പകർത്തപ്പെടുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈശോ പറയുന്നുണ്ട്,
പിതാവും യേശുവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണെന്ന് ഈശോ പറയുന്നു. എങ്ങനെ? ഞാനും പിതാവും സ്നേഹത്തിൽ ഒന്നാണ്. സ്നേഹത്തിൽ ഒന്നാണ് ഞാനും പിതാവും. ആ സ്നേഹത്തിൽ ഒന്നായി തീർന്നു. പിതാവിൻ്റെ സ്നേഹം തന്നെയാണ് യേശുവിലൂടെ വെളിവാക്കപ്പെട്ടത്. യേശുവിൻ്റെയും പിതാവിൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതിനാലാണ് യേശു പറഞ്ഞത്, ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 തിരുവചനം. ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുണ്ട്. യേശുവിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഇതാ ഒന്നിൽ കൂടുതൽ. ഞങ്ങൾ വന്ന് അവനിൽ വന്ന് വാസമുറപ്പിക്കും. പ്രിയ സഹോദരങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ ഓരോരുത്തരിലും നമ്മുടെ കർത്താവ് വന്ന് വാസമുറപ്പിച്ചതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതായത് കുദാശകളിലൂടെ നമ്മളിൽ വന്ന് വാസമർപ്പിച്ചതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ സ്നാനം സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് വാസമർപ്പിക്കാൻ തുടങ്ങി. ആ വാസമർപ്പിച്ചപ്പോൾ നമ്മളിലേക്ക് കടന്നു വന്നത് ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹമാണ്. അത് നമ്മളിൽ ഓരോരുത്തരിലും വന്ന് വാസമർപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ പൂട്ടിവെക്കാനായിട്ടുള്ളതല്ല. ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് മറ്റുള്ളവർക്ക് ഞാനത് പങ്കുവെച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നവരായി നാം ഓരോരുത്തരും മാറ്റപ്പെടുന്നത്. കാരണം ദൈവം സ്നേഹമാണ്. ആ പിതാവിൻ്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് നമ്മളിലേക്ക് ചൊരിഞ്ഞതുപോലെ നമുക്ക് കിട്ടിയ ദൈവസ്നേഹാനുഭവം നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, അവിടുന്ന് സ്നേഹമാണല്ലോ. ഞാനും പിതാവും ഒന്നായിരിക്കുന്നുവെന്ന്, സ്നേഹത്തിലൊന്നായിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെയും അങ്ങയോട് ചേർക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.